Hi students, welcome back. Today we are going to discuss exercise 1.2 from relations and functions. Okay, then 8th question, 7th question we already discussed ചെയ്തു. ഇനി 8th question ആണ്. ആ 8th question നമുക്ക് discuss ചെയ്യാം. Okay, let A and B be sets show that A cross B gives B cross A such that f of AB is equal to BA is a bijective function. അപ്പം നമുക്ക് നമ്മുടെ ഡൊമൈനിൽ നമ്മൾ എ ക്രോസ് ബി ആണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ കോ ഡൊമൈനിൽ ബി ക്രോസ് എ ആയിരിക്കും. എന്നാൽ സപ്പോസ് നമ്മൾ പി ക്യു ആണ് ഇവിടെ എടുക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യു പി ഇവിടെ ഉണ്ടായിരിക്കും. ഇതാണ് മെയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ 1 എടുത്താൽ 2 ഉണ്ട് അവിടെ. അപ്പോൾ എവരി മെമ്പർ ഓഫ് എ ക്രോസ് ബി ദർ ഇസ് എ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ ഇറ്റ്സ് കോ ഡൊമൈൻ ആസ് ബി ക്രോസ് എ. ഇവിടെ നമ്മൾ എ ക്രോസ് ബിയിൽ ഏത് എലമെൻ്റ് എടുത്താലും പി ക്യു എടുത്തു കഴിഞ്ഞാൽ ക്യു പി അവിടെ ഉണ്ടാവും റിവേഴ്സ് ആയിട്ട് പി ക്യു ക്യു പി. മനസ്സിലായി? ഇവിടെ പി ക്യു എടുത്താൽ അതിന് ക്യു പി അവിടെ ഉണ്ടാകും. കാരണം ഇത് എ ക്രോസ് ബിയും ബി ക്രോസ് എയും ആണ്. ഇവിടെ പി ക്യു ആണെങ്കിൽ അവിടെ ക്യു പി ഉണ്ടായിരിക്കും. ഇവിടെ 1 ഉണ്ടെങ്കിൽ അവിടെ 2 ഉണ്ടായിരിക്കും. അതാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ എ ക്രോസ് ബി ടു ബി ക്രോസ് എ ആണ്. 1 ആണോ എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഓണ്ടും ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. 1 ആണോ എന്ന് നോക്കാം. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? നമുക്കിവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എ ബി എന്ന് പറയുന്നത് അവർ ബി എ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് x1 നോക്കാം. എന്ന് പറഞ്ഞാൽ a1 b1 a1 b1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? b1 a1. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ഫോമുല? a2 b2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? b2 a2. ഇനി നമുക്കെന്താ? എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 അല്ലേ? എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് a1 b1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് a1 b1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് a2 b2 കൊടുക്കാം. എന്ന് പറഞ്ഞാൽ b1 a1 ഈസ് ഈക്വൽ ടു b2 a2. കറക്റ്റ് അല്ലേ? a1 b1 ഉള്ളപ്പം b1 a1 ഉണ്ട്, a2 b2 ഉള്ളപ്പോൾ b2 a2 ഉണ്ട്. സോ b1 a1 ഈസ് ഈക്വൽ ടു b2 a2. സോ വി ക്യാൻ സേ ദാറ്റ് b1 is equal to b2 and a1 is equal to a2. Therefore our function f is 1 ആണെന്ന് മനസ്സിലായി? കുഴപ്പമില്ലല്ലോ. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറഞ്ഞ മോഡലിൽ തന്നെ നമ്മൾ ചെയ്ത് നോക്കി. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് നോക്കണം അല്ലേ? ഓൺ ടു ആണ്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഓൺ ടു എന്താ? ഇവിടെ നമ്മൾ പി ക്യു എടുത്താൽ കറസ്പോണ്ടിങ് ക്യു പി അവിടെ ഇല്ലേ? ഏത് എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയുള്ള അതിൻ്റെ ഇമേജ് നമുക്ക് എവിടെ ഉണ്ടാവും? ബി ക്രോസ് എയിലുണ്ടായിരിക്കും. ഓക്കെ, എവരി മെമ്പർ ക്യു പി ബിലോങ്ങിങ് ടു ഇറ്റ്സ് കോ ഡൊമൈൻ ഹാസ് ഇറ്റ്സ് പ്രീ ഇമേജ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ ആസ് പി ക്യു. Therefore, we can say that our function f is onto. For every element qp in its codomain for every element qp in its codomain has every element qp in its codomain has its pre-image in its domain as
PQ. Therefore, our function f is onto. So our function f is onto. So we can say that our function is bijective because it is 1 1 and onto. Therefore our function f is onto. So therefore our function f is bijective. Therefore we can say that our function is bijective. Okay, then we can see next problem. Okay, then 9th question. Let function n to n be defined by f of n is equal to n plus 1 by 2 if n is odd, n by 2 if n is even. Then n belongs to natural number. State whether the function is bijective. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ എൻ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ ആണെന്നുള്ള ഓർമ്മയുണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷൻ എൻ ടു എൻ ഫംഗ്ഷൻ ആണ്, നാച്ചുറൽ നമ്പറാണ്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 1 by 2 ഈഫ് എൻ ഈസ് ഓഡ്. അപ്പോൾ എൻ ഓഡ് ആണെങ്കിൽ നമുക്ക് എൻ പ്ലസ് 1 by 2 ആണ് നമ്മുടെ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എഫ് ഓഫ് 1 കൊടുക്കാം. എഫ് ഓഫ് 1 എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഓഡാണ്. അപ്പോൾ നമുക്ക് എന്ത് n plus 1 by 2, 1 plus 1 by 2 that is equal to 2 by 2 is equal to 1. അപ്പോൾ നമ്മുടെ n ഈസ് ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്നിന് നമുക്ക് ഈവൻ നമ്പർ, n ഈസ് ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്നിന് നമുക്ക് 2 കൊടുക്കാം. സോ എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു n by 2 ആണ്. അപ്പോൾ 2 by 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. കണ്ടോ? അപ്പോൾ നമ്മുടെ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 1നും 2നും നമുക്ക് ഇമേജ് 1 കിട്ടി. നമുക്ക് മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ ഡൊമൈനിലുള്ള 1നും 2നും അതിൻ്റെ ഇമേജ് കോ ഡൊമൈനിൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. സോ 1 and 2 ഹാസ് നോ യുണീക്ക് ഇമേജ് ഇൻ ഇറ്റ്സ് കോ ഡൊമൈൻ. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് നോട്ട് 1 1. മനസ്സിലായില്ലേ? 1നും 2നും നമുക്ക് 1 ആണ് ഇതിൻ്റെ ഇമേജ് ആയിട്ട് വന്നത്. നോ യുണീക്ക് ഇമേജ് ഇൻ ഇറ്റ്സ് കോ ഡൊമൈൻ. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് നോട്ട് 1 1. അണ്ടർസ്റ്റുഡ്? ഈസി അല്ലേ? ഇനി നമുക്ക് എന്താ ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് നോക്കാം. കാരണം ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 1ഉം ഓൺ ടും ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ആയിരിക്കും. ഇപ്പം 1 1 അല്ലെന്ന് തന്നെ നമുക്ക് കിട്ടി. ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആണെന്ന് എഴുതിയാൽ മതി. എന്നാലും നമുക്ക് ഓൺ ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് 1 1 അല്ലെങ്കിൽ ബൈജക്റ്റീവ് അല്ല, സാധനം ബൈജക്റ്റീവ് അല്ല. നമുക്ക് ഓൺ ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓൺ ടുവിൻ്റെ ചെക്കിങ്ങിൽ n ഓഡാണെങ്കിൽ എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ n പ്ലസ് 1 by 2 ആണ്. n ഈവൻ ആണെങ്കിൽ n by 2 ആണ്. അപ്പം നമ്മുടെ കോ ഡൊമൈനിൽ എല്ലാവർക്കും ഡൊമൈനിൽ അതിൻ്റെ പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. എവരി മെമ്പർ ഇൻ കോ ഡൊമൈൻ it has its pre-image in its domain. Therefore we can say that our function is onto. So for ontoന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്ത് കാണിക്കാനില്ല. ഫോർ എവരി മെമ്പർ in its codomain has its pre-image in its domain. Therefore our function f is onto ആണ്. പക്ഷെ എന്തല്ല 1 1 അല്ല. സോ വി ക്യാൻ സേ ദാറ്റ് അവർ ഫംഗ്ഷൻ ഈസ് നോട്ട് ബൈജക്റ്റീവ്. That implies that function f is
not bijective. അണ്ടർസ്റ്റുഡ് അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മൾ കോഡൊമൈനിൽ ഏത് ഇമേജ് എടുത്താലും അതിന് പ്രീ ഇമേജ് എവിടെ ഉണ്ടാവും? ഡൊമൈനിലുണ്ടായി. അല്ലെങ്കിൽ അപ്പോൾ കോഡൊമൈനിലുള്ള എല്ലാവർക്കും ഡൊമൈനിൽ പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. So we can say that our function is onto, but it is not bijective because it is not 1, 1. Okay, then we can see next problem. Let a is equal to r minus set 3 and b is equal to r minus set 1. Consider the function a to b defined by f of x is equal to x minus 2 divided by x minus 3 is f is 1, 1 and onto. അപ്പോൾ എ എന്ന് പറയുന്നത് എ ടു ബി ഫംഗ്ഷനാണ്. എ മീൻസ് ദാറ്റ് ഈസ് ആർ മൈനസ് സെറ്റ് 3 ആണ്. ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആർ മൈനസ് സെറ്റ് 1. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3 ആണ്. ദെൻ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു x1 minus 2 divided by x1 minus 3. Understood? Okay, then f of x2 is equal to x2 minus 2 divided by x2 minus 3. Am I correct? Okay, ഇനി നമുക്ക് എന്താ? f of x1 is equal to f of x2. Then f of x1 is equal to f of x2. That means x1 minus 2 divided by x1 minus 3 is equal to x2 minus 2 divided by x2 minus 3. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം. അറിയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് x1 minus 2 into x2 minus 3 that is equal to x1 minus 3 into x2 minus 2. ഓക്കെ, ഇനി നമുക്കിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x1 into x2 means x1 x2. x1 into minus 3 means minus 3 x1. Minus 2 into x2 means that is minus 2 x2. Minus 2 into minus 3 means that is 6. കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. x1 into x2 ദാറ്റ് ഈസ് x1 x2. x1 into minus 2 ദാറ്റ് ഈസ് minus 2 x1 minus 3 x2 plus 6. ഓക്കെ, ഇനി നമുക്ക് രണ്ട് സൈഡിലും ഒരുപോലെയുള്ളത് ക്യാൻസൽ ചെയ്യാം. x1 x2 and x1 x2 we can cancel. Then 6 and 6 we can cancel there. Then minus 3 x1. x1 നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. minus 3 x1 plus 2 x1 that is equal to minus 3 x2. ഇതവിടെ നിന്ന് അപ്പുറത്തേക്ക് plus 2 x2. minus 3 x1 plus 2 x1 means that is minus 3 x1 plus 2 x1 means that is minus x1 is equal to minus x2. Therefore x1 is equal to x2. Therefore our function f is 1, 1. അപ്പോൾ 1, 1 അവിടെ കിട്ടി. അണ്ടർസ്റ്റുഡ് അല്ലേ? ഓക്കെ, ക്രോസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഓപ്പൺ ചെയ്യുക. രണ്ട് സെൽ ഒരേപോലെ വരുന്ന ക്യാൻസൽ ചെയ്യുക. ദെൻ x1 is equal to x2. Okay, then we can check whether it is onto. Okay, then for onto ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സിന് നമ്മൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. therefore x minus 2 divided by x minus 3 is equal to y. നമുക്ക് ക്രോസ് ചെയ്തിട്ട് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മുടെ ഇക്വേഷൻ കൊണ്ടുവരണം. സോ എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു എക്സ് മൈനസ് 3. ദെൻ എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു വൈ എക്സ് മൈനസ് 3y. കറക്റ്റ് അല്ലേ? ഓപ്പൺ ചെയ്ത് കറക്റ്റ് ആണോ നോക്കിക്ക്. ഓക്കെ, ദെൻ എക്സ് ഉള്ളതെല്ലാം നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. എക്സ് മൈനസ് വൈ എക്സ് ഈസ് ഈക്വൽ ടു minus 3y plus 2. Then x we can take it outside. Then 1 minus y is equal to 2 minus 3y. Correct alle? 2 minus 3. Then x is equal to 2 minus 3y divided by 1 minus y.
ഓക്കെ, 2 - 3y ഡിവൈഡഡ് ബൈ 1 - y. ഇവിടെ നമ്മൾ വൈക്ക് ഏത് വാല്യൂ കൊടുത്താലും അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് എക്സിലുണ്ടായിരിക്കും. എക്സ് മീൻസ് ദാറ്റ് ഈസ് ഡൊമൈനിലുണ്ടായിരിക്കും. സോ എവരി വാല്യൂ ഓഫ് വൈ ദർ ഈസ് എ കറസ്പോണ്ടിങ് വാല്യൂ ഇൻ എക്സ്. സോ വി ക്യാൻ സേ ദാറ്റ് അവർ ഫങ്ഷൻ ഈസ് ഓൺടു. അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അന്ന് ഞാൻ പഠിപ്പിച്ചതുപോലെ തന്നെ എന്തെഴുതണം? എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2 - 3y ഡിവൈഡഡ് ബൈ 1 - y. കണ്ടോ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം, ഇത് എക്സിൻ്റെ പൊസിഷനിൽ ഇട്ട് കൊടുക്കുക, ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. x - 2 ഡിവൈഡ് ബൈ x - c. ബേസിക്കാർക്കാണ് ഇത് മെയിൻലി ചെയ്യേണ്ടത്. സ്റ്റേറ്റുകാർ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ therefore for every value of y there is a corresponding element in x, so our function is onto എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തേക്കുക. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ എഫ് ഓഫ് 2 - 3y ഡിവൈഡ് ബൈ 1 - y നമ്മുടെ ഇവിടെ ഈ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പം 2 - 3y ഡിവൈഡഡ് ബൈ 1 - y അതാണ് നമ്മുടെ എക്സ്. അപ്പുറത്തേക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് ഈസ് x - 2 ഡിവൈഡ് ബൈ x - 3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - 3y ഡിവൈഡഡ് ബൈ 1 - y. ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ദെൻ -2 ഡിവൈഡഡ് ബൈ ദെൻ x - 3. x - 3 x മീൻസ് ദാറ്റ് ഈസ് 2 - 3y ഡിവൈഡഡ് ബൈ 1 - y -3. മനസ്സിലായി? നോക്കിക്കേ, ഒന്നുമില്ല, ഈ എക്സിൻ്റെ പ്ലേസിൽ അത് ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക. LCM കോമൺ ആക്കാം. 2 - 3y -2 ഇൻറ്റു 1 - y ഡിവൈഡഡ് ബൈ 1 - y. ദ ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ അതുപോലെ 2 - 3y -3 ഇൻറ്റു 1 - y ഡിവൈഡഡ് ബൈ 1 - y. 1 - yയും 1 - yയും ക്യാൻസൽ. ഇനി നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. 2 - 3y -2 + 2y ഡിവൈഡഡ് ബൈ 2 - 3y -3 + 3y. Okay, 2 and -2 cancel. -3y + 2y means that is -y divided by -3y and +3y cancel. 2 - 3 means that is -1. That is equal to y. കണ്ടോ? അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു y എന്ന് കിട്ടി. Therefore our function f is onto. മനസ്സിലായല്ലോ അല്ലേ? ഒന്നുകിൽ എക്സ് ഈസ് ഇക്വൽ 2 - 3y ഡിവൈഡ് ബൈ 1 - y വെച്ചിട്ട് നമ്മുടെ ഫോർ എവരി വാല്യൂ ഓഫ് y ദർ ഈസ് എ കറസ്പോണ്ടിങ് വാല്യൂ ഇൻ എക്സ് ഓർ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. സ്റ്റോപ്പ് ചെയ്തേക്കുക. ഇത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു y എന്നുള്ളതാണ് നമ്മുടെ ഓൺ ടു ഫംഗ്ഷനിൽ. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 - 3y ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്ത് ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഈ എക്സിൻ്റെ സ്ഥാനത്ത് 2 - 3y ഡിവൈഡഡ് ബൈ 1 - y -2 ഡിവൈഡ് ബൈ 2 - 3y ഡിവൈഡഡ് ബൈ 1 - y -3 എന്നിട്ട് LCM കോമൺ എടുത്തിട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് y കിട്ടുമെങ്കിൽ അവർ ഫംഗ്ഷൻ ഈസ് ഉണ്ട്. സോ അവർ ഫംഗ്ഷൻ എഫ് ഈസ് 1 1 ആൻഡ് ഓൺ ടു എന്നെഴുതി സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. 1 1 ആൻഡ് ഓൺ ടു. 1 1 വേണ്ട, ഓൺ ടു ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ദെൻ വി ക്യാൻ സി നെക്സ്റ്റ് 2 പ്രോബ്ലംസ്. ഓക്കെ ഓക്കെ ദെൻ 11th ക്വസ്റ്റ്യൻ. എഫ് R2 R ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ x⁴ ആണ്. ദെൻ വി ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് എമംഗ് ദീസ് ഓപ്ഷൻ വിച്ച് വൺ ഈസ് കറക്റ്റ്. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് നമുക്ക് ചൂസ് ദ കറക്റ്റ് ആൻസറാണ്. നമുക്കിനകത്ത് നിന്ന് കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എഫ് സച്ച് ദാൻ R2 R ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x⁴ ആണ്. പറഞ്ഞോളൂ. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം. കാരണം നമുക്ക് R2 R ഫംഗ്ഷൻ ആണെന്ന് അറിയാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എഫ് ഓഫ് -1 എന്താണെന്ന് നോക്കാം. എഫ് ഓഫ് -1 ഈസ് ഈക്വൽ ടു -1⁴ അല്ലേ.
that is equal to 1 ആണ്. ആൻഡ് എഫ് ഓഫ് 1 എന്താ നോക്കാം, that is 1/4 is equal to 1. So f of -1 is equal to f of 1 is equal to 1. Therefore our function f is not വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. സോ therefore our function f is not 1. ഇനി പെട്ടെന്ന് നമുക്ക് ഓൺ ടു ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ നമ്മുടെ y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4th റൂട്ട് ഓഫ് y ആണ്, വൈയുടെ 4th റൂട്ടാണ്. അപ്പോൾ എക്സും വൈയും ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കാം. y ഈസ് ഈക്വൽ ടു -1 ബിലോങ്സ് ടു ആർ ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 4th റൂട്ട് ഓഫ് -1. ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ, ആറില്ല. ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. സോ അവർ ഫങ്ഷൻ എഫ് ഈസ് നെയ്തർ 1 nor on to. Neither 1 nor on to. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കുക, നെയ്തർ 1 nor on to. സോ അവർ ഓപ്ഷൻ ദാറ്റ് ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. അണ്ടർസ്റ്റാൻഡ്? ഈസി അല്ലേ? ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. നമുക്ക് പെട്ടെന്ന് എക്സാമ്പിൾ ഇട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ വി ക്യാൻ സി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Okay, then last question, that is 12th question. Let R2 R defined by f of x is equal to 3x. Choose the correct answer ആണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് ചെയ്യാം അല്ലേ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു 3x അല്ലേ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു 3x. ദെൻ എഫ് ഓഫ് x1 ഈസ് ഈക്വൾ ടു എഫ് ഓഫ് x2 ആണ്. ദെൻ 3x1 ഈസ് ഈക്വൾ ടു 3x2 ആണ്. 3 and 3 cancel, so we can say that x1 is equal to x2. x1 and x2 belongs to r ആണ്. അറിയാം നമുക്ക്. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയണത് r2r ഫംഗ്ഷൻ ആണ്. എഫ് r2r ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം x1 is equal to x2 ആണ്. therefore f is 1. ഓക്കെ, ഇനി നമുക്ക് ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യാം. ഫോർ ഓൺ ടു നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണ് എന്ന് പറഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു 3x ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു വൈ ബൈ 3 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു വൈ ബൈ 3, എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ ഫോർ എവരി വാല്യൂ ഓഫ് വൈ ദർ ഈസ് എ കറസ്പോണ്ടിങ് വാല്യൂ ഇൻ എക്സ്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് അവർ ഫങ്ഷൻ ഈസ് ഓൺ ടു. അപ്പോൾ 1 ആണ്, ഓൺ ടു ആണ്. Therefore that implies that a function f is 1 and on to. 1 and on to. 1 and on to. So now the function f is 1 and on to. So our option means that is A, that is correct. Easy അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എക്സസൈസ് കംപ്ലീറ്റ് ആയി. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. ഇനി നമുക്ക് അടുത്തൊരു എക്സസൈസും കൂടിയുണ്ട് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ നിന്ന്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, സ്റ്റഡി അപ് ടു ഹിയർ. ദ റിമൈനിങ് ടോപ്പിക് വി വിൽ ടേക്ക് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അൻറ്റിൽ ദെൻ ബൈ ബൈ.